അമ്മ നിങ്ങടെ ഇറങ്ങി വന്നേ. ഈ മഴയത്തോ? അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള വാർത്ത ഞാൻ പറയാം. എന്റെ ഈശോയെ, അതെന്ത് വാർത്തയാ? അതെ അതെ അതെ, എനിക്കിനി മരിച്ചാലും വേണ്ടില്ല അമ്മേ. എനിക്ക് അത്രയ്ക്ക് സന്തോഷായി, അത്രയ്ക്ക് സന്തോഷ. എന്റെ അപ്പൂക്ക് ആദ്യം സ്വപ്നമൊന്നുമല്ല, സത്യ. ആതിര ചേച്ചിയുടെ പ്രാർത്ഥനയുടെ ഫലമാ തളിരമ്മയുടെ ഈ അനുഗ്രഹം. അല്ലാണ്ടെന്താ? എന്റെ ഈശ്വര, ഇത് ഏത് ലോകത്താ? ഇതുവരെ റെഡിയായില്ലേ? ബസ്സിന് നേരാവുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ അപ്പൂക്ക, നീ എന്നെ കളിപ്പിക്കല്ലോ. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മണി 5:30 ഇനി ഇറങ്ങാറായില്ലേ മോളെ? ഇറങ്ങാച്ചാ. എനിക്ക് അപ്പൂനെ ഒന്ന് കാണാൻ കൊതിയുണ്ട്. പക്ഷേ ഈ തളർന്ന ശരീരം വെച്ചോണ്ട് എങ്ങനെ അവിടം വരെ വരിക? എന്റെ അനുഗ്രഹങ്ങൾ അവനെ അറിയിക്കണം. മാലതി ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോണില്ലേ? ഇല്ല, ഞാൻ 2 ദിവസം അമ്മമ്മയുടെ കൂടെ നിന്നിട്ടേ പോണുള്ളൂ. ആതിര ചേച്ചി ഞാൻ ബസ് കയറ്റി വിട്ടോളാം. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സാ, അപ്പൊ തിരക്കുണ്ടാവില്ല. വിഷമിക്കണ്ട, ഞാൻ സ്ഥിരം പോണതല്ലേ. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. അച്ഛൻ ബസ് സ്റ്റാൻഡിലുണ്ടാവും. എങ്കിലിനി വൈകിക്കണ്ട മോളെ, ഇറങ്ങാൻ നോക്ക. 1 മിനിറ്റ്. ആതിരവാരസ്യാർ ഇപ്പോ സുമംഗലിയാ. അഡ്രസ് കുറിച്ചൊന്ന് കയ്യിലുണ്ടല്ലോ. മാലതയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റന്നാൾ അങ്ങെത്തും. അല്ലെങ്കിൽ ചേച്ചി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇവിടുന്ന് രാത്രി വണ്ടി കയറി കൊച്ചുവെളുപ്പംകാലത്തെ ജയിലിലെത്തി സുബേദാരെ കണ്ട ആളല്ലേ? പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സന്തോഷം മനസ്സിൽ മതി, മുഖത്ത് വേണ്ട. പുറത്ത് ആരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയാലോ, അതുകൊണ്ട് സൂക്ഷിക്കണം.